ഹലോ ഗായ്സ്, ദിസ് ഈസ് മുഹമ്മദ് റഫീഖ് വിത്ത് യു. നിങ്ങളുടെ വീട്ടിലുള്ള വൈഫൈയുടെ റേഞ്ച് കുറവാണെന്നുള്ള പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടോ? നോ വറീസ്, ഈ വീഡിയോയിൽ അത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യമായിട്ട് നമുക്കൊരു വൈഫൈ എക്സ്റ്റൻഡർ എന്നൊരു ഡിവൈസ് ആവശ്യമാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ടെൻഡ N300 എന്നൊരു ബ്രാൻഡ് വൈഫൈ എക്സ്റ്റൻഡർ ആണ്. ഇത് ഇവിടെ ഉള്ള ഒരു ലോക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റുകളിലും അവൈലബിൾ ആണ്. അടുത്തതായി ഈ വൈഫൈ എക്സ്റ്റൻഡർ എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 ഫ്ലോർസ് ഉള്ള വീടുകൾ ആണെങ്കിൽ മെയിൻ വൈഫൈ റൂട്ടർ ഗ്രൗണ്ട് ഫ്ലോറിൽ ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഉറപ്പായിട്ടും മുകളിലെ എല്ലാ റൂമുകളിലും വൈഫൈ റേഞ്ച് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ വൈഫൈ എക്സ്റ്റൻഡർ കോൺഫിഗർ ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിൽ ഫിക്സ് ചെയ്താൽ വൈഫൈ റേഞ്ച് ഉറപ്പായിട്ടും എല്ലാ റൂമുകളിലും കിട്ടുന്നതാണ്. പിന്നെ വേറൊരു കേസ് ഉള്ളത്, പുതിയൊരു കണക്ഷൻ എടുക്കാതെ തന്നെ 2 വീട്ടുകാർക്ക് വൈഫൈ ഷെയർ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഈ കോൺഫിഗർ ചെയ്ത വൈഫൈ എക്സ്റ്റൻഡർ അടുത്ത വീട്ടിൽ ഫിക്സ് ചെയ്താൽ മതിയാകും. ഇതാണ് ടെൻഡ N300 എന്ന വൈഫൈ എക്സ്റ്റൻഡറിൻ്റെ ബോക്സ് വരുന്നത്. ഈ ബോക്സിൽ ഒരു ടെൻഡ എക്സ്റ്റൻഡർ ഓർ റൗട്ടറും ഒരു നെറ്റ്വർക്ക് കേബിളും ഒരു പവർ അഡാപ്റ്ററും കാണാൻ സാധിക്കുന്നതാണ്. ആദ്യമായി ഈ വൈഫൈ എക്സ്റ്റൻഡർ പവറിൽ കണക്ട് ചെയ്ത് പവർ ഓൺ ആക്കുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്, ലൈറ്റ്സ് എല്ലാം ബ്ലിങ്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെങ്ങനെ ഈ വൈഫൈ എക്സ്റ്റൻഡർ കോൺഫിഗർ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈലിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് വൈഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ടെൻഡ എന്നൊരു കണക്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടെൻഡയുടെ ഒരു ലോഗിൻ സ്ക്രീൻ കാണാൻ സാധിക്കും. അവിടെ കണക്ഷൻ ടൈപ്പ് എന്നതിൽ ഡൈനാമിക് IP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ എക്സ്റ്റൻഡറിന് ഒരു നെയിം എൻ്റർ ചെയ്യുക. ഇവിടെ ഞാൻ ടെൻഡ എക്സ്റ്റൻഡർ എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ ഈ വൈഫൈന് വേണ്ട ഒരു പാസ്വേഡ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ വൈഫൈയുടെ സെറ്റിംഗ്സ് പോയിട്ട് ഇവിടെ നിങ്ങൾക്കൊരു ടെൻഡ എക്സ്റ്റൻഡർ എന്നൊരു കണക്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത ജസ്റ്റ് ബിഫോർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ പാസ്വേഡ് എൻ്റർ ചെയ്യുക. എന്നിട്ട് ജോയിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ടെൻഡ എക്സ്റ്റൻഡറിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇപ്പോഴും ഇൻ്റർനെറ്റ് ആക്ടിവേറ്റ് ആയിട്ടില്ല. അതിനു വേണ്ടി നിങ്ങളുടെ മൊബൈലിൽ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഈ IP അഡ്രസ് ടൈപ്പ് ചെയ്യുക. 192.168.0.1. ഇവിടെ ഈ റൗട്ടർ ആദ്യമായിട്ട് കോൺഫിഗർ ചെയ്യുന്നത് കാരണം ഈ റൗട്ടറിന് ഒരു ലോഗിൻ പാസ്വേഡ് ഇല്ല. അത് നിർബന്ധമായും നമ്മൾ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഗോ ടു സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ ലോഗിൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഈ റൗട്ടറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലോഗിൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ ന്യൂ പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് ഒന്നുകൂടി റിപ്പീറ്റായിട്ട് എൻ്റർ ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് എന്തോ ഒരു റോങ് ഉണ്ട്. അതിൽ മിനിമം 5 ക്യാരക്ടർ വേണം. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ പാസ്വേഡ് സേവ് ആയിട്ടുണ്ട്. ആ സെയിം പാസ്വേഡ് വെച്ച് ഈ ഡിവൈസിലേക്ക് എൻ്റർ ചെയ്യുക. ക്ലിക്ക് ലോഗിൻ. ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ സ്റ്റാറ്റസ് എന്നൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ മുകളിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വയർലെസ് റിപ്പീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യൂണിവേഴ്സൽ റിപ്പീറ്റർ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടിയിൽ നിങ്ങളുടെ വൈഫൈൻ്റെ കണക്ഷൻസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. അതിൽ നിന്ന് നിങ്ങളുടെ മെയിൻ റൗട്ടർ സെലക്ട് ചെയ്ത് ആ മെയിൻ റൗട്ടറിൻ്റെ വൈഫൈ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ റൗട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ആവുന്നതാണ്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, റീബൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം സെറ്റിങ്സിൽ പോയി വൈഫൈ ഒന്ന് റീകണക്ട് ചെയ്യുക. ടെൻഡ എക്സ്റ്റൻഡ് സെലക്ട് ചെയ്ത് അതിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ടെൻഡ എക്സ്റ്റൻഡറിലേക്ക് വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻ്റർനെറ്റ് വർക്കിംഗ് ആണോ അല്ലയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു വേണ്ടി ഞാൻ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻ്റർനെറ്റ് വർക്കിംഗ് ആണ്. ഈ കോൺഫിഗർ ചെയ്ത വൈഫൈ എക്സ്റ്റൻഡർ ഈ പിക്ചർ ഒരു എക്സാമ്പിൾ ആയി എടുത്ത് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുള്ള മെയിൻ റൗട്ടറിൻ്റെ സിഗ്നൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. വളരെ ഈസി അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.